ജനങ്ങളോട് സംസാരിച്ചിട്ടല്ലാണ്ട് എന്ത് കാര്യം? സത്യത്തിൽ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുകയാണ്. ശോഭയുടെ അടുത്ത് വളരെ കഷ്ടം തോന്നുകയാണ്. കാര്യം ശോഭയുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ബോധവുമുള്ള ഒരു സുഹൃത്തുക്കൾ പോലും ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും. കാര്യം ഞാൻ ഇങ്ങനൊരു വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ, ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അഖിലിനെതിരെ തിരിയണ്ട, അഖിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇനി ഇതിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിന്റെ പിന്നിലുണ്ട്, അത് സത്യമാണ്. നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു മത്സരാർത്ഥിയെ കയറ്റിവിടാം, നാളെ ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് നിനക്ക് പോകാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിന്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത്. പിന്നെ ശോഭയുടെ ഉള്ളിൽ തികട്ടിക്കിടക്കുന്ന ഒരു പക, വിദ്വേഷം, ജലസ്, ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും, അതായത് മത്സരം കഴിഞ്ഞു താൻ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും ചാനലിലെ തന്നെ പല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ കാര്യം ആലോചിച്ച് നോക്കൂ. ഞാനൊരു ലൈവ് ഇടുന്നു, ആ ലൈവിൽ ഞാൻ ചില കാര്യം സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം. പക്ഷേ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവർ തിരിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു, അതായത് കുറച്ച് കമൻസുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞാൽ, അതായത് ശോഭാ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ ഇതുവരെയും വന്നിട്ടില്ലല്ലോ, എല്ലാം പോസിറ്റീവായിരുന്നല്ലോ. ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഖിൽമാരാര് ഇങ്ങനെ ബിഗ് ബോസിൽ ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ്സ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ദേഷ്യം എന്നോട് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഇത് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അപ്പോൾ തന്നെ അവളോട് ആദ്യം തന്നെ ഏപ്രിൽ 29-ാം തീയതി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയക്കുന്നു, ശോഭ ഞാൻ നിന്നെയോ നമ്മുടെ ഒപ്പമുള്ള മത്സരാർത്ഥികളെയോ ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അത് മാത്രവുമല്ല, നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് വെറുതെ നീ ഇത് ഏറ്റുപിടിച്ച് വിഷയം നമ്മൾ തമ്മിലാക്കി മാറ്റരുത്. ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നീയുമായി ബന്ധപ്പെട്ടിട്ട പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും. അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന് ഏപ്രിൽ 29-ാം തീയതി തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതും കേൾക്കാതെ ഞാൻ ഹൈദരലിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. സീസൺ 5-ലെ ഒരു മത്സരാർത്ഥി പോലും എൻ്റെ അടുത്ത് ഇത്തരം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ശോഭയെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യവുമല്ല. എന്നിട്ട് പിന്നെയും കണ്ണീ കണ്ട ഓൺലൈൻ ചാനലുകളിലെല്ലാം പോകുന്നു, എല്ലാ മത്സരാർത്ഥികളെയും എന്നെ അനുകൂലിച്ച് സംസാരിച്ച സകല മത്സരാർത്ഥികളെയും വിളിക്കുന്നു. ആ മത്സരാർത്ഥികളെ മൊത്തവും വിളിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പറയുന്നു. എന്നെ അനുകൂലിച്ചതിൻ്റെ പേരിൽ അവരോട് വഴക്കുണ്ടാക്കുന്നു. ഓരോരുത്തരെ കൊണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കണ്ടോ അവർ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തരെയും വിളിച്ച് പിരികേറ്റി എന്താണ്. കാരണം ഈ പല ആൾക്കാരും ഞാൻ പറഞ്ഞ ലൈവൊന്നും കേട്ടിട്ടില്ല. അപ്പം ലൈവിനകത്ത് അത് ശരി അഖിലിങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ പ്രതികരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങനെയാണ് പലരും പ്രതികരിച്ചത്. ഇവർക്കൊക്കെ യാഥാർത്ഥ്യം പിന്നീട് ഈ ശോഭ ഇവരെ കൊണ്ട് കുഴി ചാടിച്ചതിന് ശേഷമാണ് ഇവർക്ക് പോലും പിന്നീട് യാഥാർത്ഥ്യങ്ങളും ഇവർ പലരും പിന്നീട് എന്നോടത് പറഞ്ഞ കാര്യമാണ്. ഇപ്പം മറുനാടൻ ഷാജൻ എന്നോട് പറഞ്ഞതാണ്, അഖിലേ ഞാൻ സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാനിത് ശോഭ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എനിക്കൊരു വോയിസ് അയച്ചു തന്ന സമയത്ത് ഞാനിത് അവരുടെ ഒരു പഴയ വിഷയത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിത് വാർത്തയും കിട്ടതാണ്. അല്ലാതെ ഇതെന്താണ് അഖിൽ കുറേ വാർത്തകൾ ഞാനിങ്ങനെ കേട്ടു, അഖിലിങ്ങനെ സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് വാർത്ത കേട്ടു. അപ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് തോന്നി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഈ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാർത്ത ഇടുന്നത്? ഇത് വളരെ കൃത്യമായി പറഞ്ഞ് പിന്നീട് എൻ്റെ മാറ്റർ അയച്ചു കൊടുത്തു. എനിക്ക് പെൺകുട്ടികൾ എനിക്ക് അയച്ചേക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് എനിക്ക് അയച്ചേക്കുന്ന പേഴ്സണലി എനിക്ക് അയച്ചേക്കുന്ന ചില മെയിലുകൾ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എനിക്ക് വന്നേക്കുന്ന ചില വോയിസുകൾ ഞാൻ അയച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 3 പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ബിഗ് ബോസിലെ തന്നെ മുൻ മത്സര